ദൈവനാമം വാഴ്ത്തപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപയാൽ വെളിപ്പാട് പുസ്തകം എന്ന വിഷയത്തിൻ്റെ 8ാമത്തെ സെക്ഷനിൽ പ്രവേശിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിന്, സഹകരണത്തിന്, പ്രാർത്ഥനയുടെ പിൻബലത്തിനായി ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 6ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വചനം വരെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാം ഈ സെക്ഷനിൽ 7ാം അധ്യായത്തിൽ 1ാമത്തെ വാക്യം നമ്മൾ ചിന്ത ആരംഭിക്കുകയാണ്. 7:1 മുതൽ വായിക്കുന്നു. അതിനുശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിൽ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്ന് മുദ്രയേറ്റവർ 144,000 പേർ. ഇവിടെ ഒരു വലിയ പീഡ പിന്നെയും വരികയാണ്. അതിനുശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന്. ഉണ്ടോ? നമുക്കറിയാം, ഈ കൊടും ചൂട്ടുകാലത്തൊക്കെ ഒരു ചെറിയ കാറ്റിയിടാൻ നമ്മൾ മുറ്റത്തേക്ക് ചിലപ്പോൾ ഇറങ്ങിക്കാറുണ്ട്. ഫാൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പോലും കുറച്ച് നേരം ഫാൻ ഓടിക്കഴിയുമ്പോൾ അത് ചൂടാവും, ചൂടുകാറ്റ് വരും, നമ്മൾ ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കും. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യം, അങ്ങനെ വളരെ ചൂടൊക്കെ ആയിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ഇല പോലും അനങ്ങുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അത് നമുക്ക് വലിയൊരു സങ്കടമുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം കാറ്റ് തടയുകയാണ്. എന്നിട്ട് മറ്റൊരു ദൂതൻ മുദ്രയിടുവാൻ വേണ്ടി വരികയാണ്. എന്നിട്ട് പറഞ്ഞതറിയാമോ? ഇവരെ മുദ്രയെടുത്ത് കഴിയുന്നവരെ ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് പറഞ്ഞാൽ, ഈ മുദ്രയിട്ടതിന് ശേഷമായിട്ട് എന്തുണ്ട്? ഭൂമിക്കും വൃക്ഷങ്ങൾക്കും സമുദ്രങ്ങൾക്കും കേടുവരുത്തുന്നൊരു അനുഭവം ഉണ്ടാകും എന്നുള്ളതാണ്. എനിക്ക് പ്രിയപ്പെട്ടവരെ, വളരെ വലിയ വലിയ പീഡകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തെറ്റുവഴിയുവാനുള്ള അവസരം ഇപ്പോഴാണ്. ഞാനത് കൂടെ പറയുന്നത് എൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ ആവർത്തന വിരസത തോന്നിയേക്കാം, കേൾക്കുമ്പോൾ ദേഷ്യം തോന്നിയേക്കാം. പക്ഷേ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നാം അതിൽ തെറ്റുവഴിയേണ്ടത് നമ്മൾ ഉത്തരവാദിത്തമാണ് മനസ്സിലാക്കി ഞങ്ങൾ ആവർത്തിച്ച് പറയുകയാണ്. ഇവിടെ 144,000 പേർ മുദ്രയേറ്റ് വരുന്നു കാണുന്നുണ്ട്. ഇവിടെ പല സംഘടനകളും, ക്രിസ്തീയ സംഘടനകൾ പോലും, ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ ചിലരും, ക്രിസ്തീയ സംഘടനകളിൽപ്പെട്ട ചിലരും ഈ 144,000 പേര് ഞങ്ങളാന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ ഈ 144,000 പേരെ സ്വർഗത്തിൽ പോകുന്നു പറഞ്ഞ് വാദിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് പറ്റിയ ചെറിയ മണ്ടത്തരം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ വാക്യം പ്രത്യേകം പറയുന്നുണ്ട്, ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്ന് മുദ്രയേറ്റവർ 144,000 എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ്? ഇസ്രായേലിൻ്റെ 12 ഗോത്രമുണ്ട്. ആ 12 ഗോത്രങ്ങളിൽ നിന്ന് മുദ്രയേറ്റവരാണ് ഈ 144,000. ഈ 144,000 ഗ്രൂപ്പിൽ ഞങ്ങൾ ഉൾപ്പെട്ടു എന്ന് പറയുവാൻ ആർക്കേ അർഹതയുള്ളൂ? ഇസ്രായേൽ ഗോത്രത്തിലെ ഏതെങ്കിലും ഒരു ഗോത്രത്തിൽ ജനിച്ചവർക്കേ അധികാരമുള്ളൂ. അല്ലാതെ ഇവിടെയുള്ള ചിലരൊക്കെ പറഞ്ഞ പോലെ ഞങ്ങളാണ് 144,000 എന്ന് പറഞ്ഞ് നടക്കരുത്.
നിങ്ങളല്ല. വാചനം വളരെ വ്യക്തമായിട്ട് താഴോട്ട് വായിച്ചു കാണുന്നുണ്ട്. യഹൂദ ഗോത്രത്തിലെ മുദ്രയേറ്റവർ 12,000, രൂബേൻ ഗോത്രത്തിൽ 12,000, ആശേർ ഗോത്രത്തിൽ 12,000, നഫ്താലി ഗോത്രത്തിൽ 12,000, മനശ്ശെ ഗോത്രത്തിൽ 12,000, ശിമിയോൻ ഗോത്രത്തിൽ 12,000, ലേവി ഗോത്രത്തിൽ 12,000, ഇസ്സാഖാർ ഗോത്രത്തിൽ 12,000, സെബുലൂൻ ഗോത്രത്തിൽ 12,000, യോസഫ് ഗോത്രത്തിൽ 12,000, ബെന്യാമിൻ ഗോത്രത്തിൽ മുദ്രയേറ്റ 12,000. കണ്ടോ, ഇവിടെ വളരെ വ്യക്തമായിട്ട് ആ ഗോത്രം ഏതാണെന്നും അതിനുള്ളവൻ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാ സുഹൃത്തുക്കളെ നിങ്ങൾ ഈ 144,000 പേരിൽ പെട്ടത് എങ്ങനെയാണ്? നിങ്ങൾ ആരാ അത് പഠിപ്പിച്ചത്? നിങ്ങൾ വേദവസം വായിക്കും. നിങ്ങൾ പറയുന്ന പോലെ 144 നിങ്ങൾ പെടുകയില്ല. കാരണം നിങ്ങൾ ഇസ്രായേൽ ഗോത്രത്തിൽ പെട്ടവരല്ല. ഇസ്രായേൽ ഗോത്രത്തിലെ ഓരോ ഗോത്രങ്ങളിലെ ആളുകളുടെ എണ്ണം അവിടെ പറയുന്നത്. അപ്പോൾ ചിലർ ഞങ്ങളാണ് 144,000 പറഞ്ഞ് അഭിമാനിച്ച് അതിൻ്റെ പേരിൽ കൂട്ടിക്കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് ഇവിടെ. നിങ്ങളല്ല എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം ദൈവത്തിന് അങ്ങനെ പഠിപ്പിക്കുന്നതിൻ്റെ പേരില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച് ദൈവത്തിനെക്കുറിച്ച് പറയുമ്പോൾ എണ്ണം പറയുമ്പോൾ അത് മഹാപുരുഷാരമെന്ന് പറയുന്നത്. അത് എണ്ണി തിട്ടപ്പെടുത്താൻ മനുഷ്യന് സാധിക്കാത്ത നിലയിൽ അത്ര വലിയൊരു മഹാപുരുഷാരമാണ്. വിവിധ ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, രാജ്യങ്ങളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്നൊക്കെ ഉള്ളവരായ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത മഹാപുരുഷാരമാണ്. അപ്പം 144,000 പേരും പറഞ്ഞ് ആരും നെഞ്ചുരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിങ്ങൾക്കുള്ളതല്ല. ഇത് തീർച്ചയായും വേദവസം ചേർക്കുന്നു. വെറുതെ വേറെ ഒരു വ്യാഖ്യാതാവിൻ്റെയും ഇല്ലല്ലോ. വളരെ വ്യക്തമായിട്ട് പറയുന്നില്ലേ 5, 6, 4 വാക്യം, ഇസ്രയേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്നും മുദ്രയേറ്റവർ. അല്ലാതെ ഇസ്രയേൽ മക്കളുടെ ഗോത്രത്തിൽ മുദ്രയേറ്റവരുടെ കൂടെ മറ്റുള്ളവരൊന്നും പറയുന്നില്ല. ആ ഗോത്രങ്ങളിലുള്ളവരെ പഠിച്ചാൽ തൊട്ട് താഴെ നല്ല വളരെ വ്യക്തമായിട്ടൊരു വ്യാഖ്യാനം നൽകുന്നില്ല. തൊട്ട് താഴെ വിശദീകരണം നൽകുന്നില്ലേ? ഓരോ ഗോത്രത്തിൻ്റെ പേരും പറഞ്ഞിട്ട് അവരെണ്ണം പറയുന്നുണ്ട് അല്ലേ? ആ 144 അവിടെ ഫില്ലായി. ഇനി നിങ്ങളാണ് 144 എന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്രിസ്ത്യാനികളെന്നും രക്ഷിക്കപ്പെട്ടവരെന്നും സ്നാനപ്പെട്ടവരെന്നും പറഞ്ഞ ചിലരും 144 പറയുന്നുണ്ട്. ക്രിസ്തുവായിട്ട് ബന്ധമില്ലാത്തവരും ചിലർ 144 പറയുന്നുണ്ട്. ഇന്ന് രണ്ടു കൂട്ടർക്ക് എന്തല്ല ഈ 144 ഒരു ബന്ധവുമില്ല. അല്ലാത്തൊരു കൂട്ടർക്ക് അങ്ങനെ ഒരു സംഖ്യ ദൈവവചനത്തിൽ പറയുന്നുമില്ല. ഇസ്രായേൽ ഗോത്രത്തിലെ മഹാപീഡന കാലഘട്ടത്തിൽ ഇസ്രായേൽ ഗോത്രത്തിലെ ജനങ്ങൾ മുദ്രയേറ്റ് വിടുവിക്കപ്പെടുന്ന 144,000 പേര് പറയുന്നുള്ളതല്ലാതെ വേറെ ഒരു ഗ്രൂപ്പിൽ നിന്നും രക്ഷിക്കപ്പെട്ടവരായിട്ടോ സ്നാനപ്പെട്ടവരായിട്ടോ ശ്രുതി പോകുന്നവരായിട്ടോ 144 എന്ന് പറഞ്ഞൊരു എണ്ണം എങ്ങും ഒരു ദിവസം പറയുന്നില്ല. പിന്നെ എവിടെ നിന്ന് കിട്ടുന്നെങ്കിൽ ഈ കണക്ക് തെറ്റ് തിരുത്തുവാൻ പരിശുദ്ധ നിങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. അടുത്തത് ഇതിനു ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ളനിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പ് നിൽക്കുന്നത് ഞാൻ കണ്ടോ? 144,000 നമുക്ക് പിടിച്ച് നടക്കണ്ടേ? തൊട്ട് താഴെ പഠിച്ച വചനം വായിച്ചു കണ്ടോ? അതിനുശേഷം ഞങ്ങൾ എന്താണ് സകല ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വാസാൽ രക്ഷിക്കപ്പെട്ടേക്കാണ്. അവിടെയാണ് എത്ര പേരുണ്ടായിരുന്നത്? 144, 64 ഒന്നല്ല. പിന്നെ ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം. കർത്താവിൻ്റെ പ്രവൃത്തിയെ നിങ്ങൾ കൊണ്ട് ലിമിറ്റ് ചെയ്ത് ആ കൂട്ടത്തിലൊരാളാവാൻ നീ ശ്രമിക്കുക. ഈ 144 കണക്കും പറഞ്ഞു പോകരുത്. 144 നിനക്ക് ആരും ഉപകാരമുള്ള കേസല്ല. അത് ഇസ്രായേൽ വചനം മനസ്സിലാക്കി ഇസ്രായേൽ ഗോത്രത്തിലെ ഇസ്രായേൽ മക്കളിലെ ഗോത്രങ്ങളിൽ നിന്നുള്ളവരാണ്. എന്നാൽ ഇവിടെ താഴെ വായിച്ചത് എന്താണ്? ആർക്കും എണ്ണിക്കൂടുവാൻ കഴിയാത്തതായ തിട്ടപ്പെടുത്താൻ കഴിയാത്തതായ ഒരു മഹാപുരുഷാരമുണ്ട്. അത് എങ്ങനെയാണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച ജനങ്ങളാണ്. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ അവിടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും
ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. കണ്ടോ, രക്ഷയുടെ ഗണം അതാ, രക്ഷഗണം അതാണ്. അവർ പറയാ ദൈവത്തിൻ്റെ ദാനമാണ് രക്ഷ. പ്രിയപ്പെട്ടവരെ, അത് ദാനമാണെങ്കിൽ പോലും അതിന് വലിയ വിലയുണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്നില്ലേ, നമ്മളാർക്കും പൈസ കൊടുക്കാറില്ലല്ലോ. എന്നാൽ നിങ്ങൾ ICUവിലൊക്കെ അല്പം സമയം കിടക്കണം. വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് ഓക്സിജൻ തരും. ഓക്സിജൻ തരുന്നതിനൊക്കെ ഒരു ഫീസ് ഈടാക്കും, മണിക്കൂറിന് കാശ് വെച്ചിട്ടാണ് അല്ലേ. നമുക്ക് ലഭിച്ച ജനിച്ച ആ നിമിഷം ഇതുവരെയും ശ്വസിച്ച ഈ ഓക്സിജൻ നമ്മൾ ആരും കാശ് കൊടുത്തിട്ടുണ്ടോ? ഇത് വിലയുള്ളതാണ്. പക്ഷെ ദാനമായി തന്നതിന് പേരിൽ ഇതിനെ മാത്രം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് വിലയുള്ളതാണ്. രക്ഷ അതുപോലെ തന്നെയാണ്. രക്ഷ ആർക്കും വില കൊടുത്ത് വാങ്ങാൻ കഴിയില്ലാത്തതുകൊണ്ടാണ് വില സൗജന്യം നൽകിയത്. ഇത് വിലമതിക്കാൻ ആകാത്തതായതുകൊണ്ടാണ്, ആ വില കൊടുത്ത് വാങ്ങാൻ കഴിവില്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്, ഇത് സൗജന്യമായി നൽകിയിരിക്കുന്നത്. ഉദാഹരണം പറയാം. 1 കോടി രൂപ കൊടുത്തതിന് രക്ഷപ്പെടാൻ കഴിഞ്ഞു വിചാരിക്കാം. 1 കോടി രൂപ കൊടുക്കാനില്ലാത്തതിനെന്ത് ചെയ്യും? വേണ്ട, 1 കോടിയൊക്കെ പോട്ടെ, 1 ലക്ഷം എന്ന് പറഞ്ഞാൽ 1 ലക്ഷം കൊടുക്കാൻ ഇവിടുത്തെ ആൾക്കാർ ഒരുപാട് പേരില്ലേ. അതും പോട്ടെ, 1000 രൂപയാണെന്ന് വിചാരിക്കാം. ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4000 കൊടുക്കണം. ആ 4000 രൂപ കൊടുക്കാമെന്ന് ഇവിടുത്തെ ഒരുപാട് പേരില്ലേ. അപ്പോൾ വിലമതിക്കാനാകാത്തതായ രക്ഷ ആർക്കും ലഭിക്കാതെ പോയി വരാതിരിക്കാനായിട്ട് ദൈവം തമ്പുരാൻ ദാനമായി കൊടുത്തു. കർത്താവായ യേശുവിലുള്ള വിശ്വാസത്താൽ സൗജന്യമായി നീതീകരിക്കപ്പെടുവാൻ ഇത് നമുക്ക് എല്ലാവരും അവസരം തന്നിരിക്കുകയാണ്. സൗജന്യമായി നീതീകരിക്കപ്പെടുവാനായിട്ട് ഈ സത്യങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ സൗജന്യമായി രക്ഷ പ്രാപിക്കുകയും വേണം, നഷ്ടമാകാതിരിക്കുകയും വേണം. അത് തന്ന ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുകയും വേണം. ഇവിടെ വരെ ദൈവത്തിൻ്റെ ദാനമെന്ന് പറഞ്ഞ് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ സന്തോഷം നമുക്ക് കിട്ടി കഴിയുമ്പോൾ, നമ്മൾ ആഗ്രഹിച്ച കാര്യം കിട്ടി കഴിയുമ്പോൾ സന്തോഷം ഉണ്ടാവും അല്ലേ. എനിക്ക് ഈ അടുത്ത ദിവസം ഒരാൾ ഒരു ഗിഫ്റ്റ് തന്നു. എന്നെ സംബന്ധിച്ചോളം അത് വാങ്ങുവാൻ എൻ്റെ കയ്യിൽ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ സങ്കടപ്പെടുകയായിരുന്നു. അതിൽ ഞാൻ ലോൺ എടുത്ത് വാങ്ങാമെന്ന് ചിന്തിച്ച് ഞാനങ്ങനെ തൃശ്ശൂരിലുള്ളതായ ഒരു ഏജൻസിയെ സമീപിച്ചു. ആ ഏജൻസിയെ സമീപിച്ച് അവർ എൻ്റെ ഡീറ്റെയിൽ എല്ലാം എന്നെ ആ വസ്തു കാണിച്ചു തന്നു. എൻ്റെ ഡീറ്റെയിൽ എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആ കടയിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്കൊരു ഫോൺ വരികയാണ്. ഞാൻ അതോടെ വാങ്ങി വെച്ചു. ഞാൻ കടയിൽ നിൽക്കുകയാണ്. എന്നെ വിളിക്കുന്ന പാർട്ടിയും ഇന്ത്യക്ക് വെളിയിലുള്ള സ്ഥലത്ത് കടയിൽ നിൽക്കുക. എന്നിട്ട് പറഞ്ഞതാണ്, ഞാനിത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഗിഫ്റ്റ് ലഭിക്കുമ്പോൾ എനിക്കുള്ള സന്തോഷം, ഞാൻ ആ ന്യൂസ് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷം എന്തായിരിക്കും അല്ലേ. കാരണം എനിക്ക് വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്തൊരു ഗിഫ്റ്റ്, അതെനിക്ക് വളരെ ആവശ്യമുള്ള സാധനം സൗജന്യമായി കിട്ടിയിരിക്കുകയാണ്. താങ്ക്സ് എന്ന് പറഞ്ഞു പോകില്ല നമ്മളൊക്കെ. വ്യക്തിയോടും താങ്ക്സ് പറയും, ദൈവത്തോടും താങ്ക്സ് പറയും. കാരണം എന്താണ്, അത് നമുക്ക് നമ്മുടെ കയ്യിൽ വരുവാനായിട്ട് വാങ്ങുവാനായിട്ട് നമുക്ക് നിവൃത്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ദാനമായിട്ട് തരികയാണ്. പ്രിയപ്പെട്ടവരെ, രക്ഷയെ നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ കഴിയില്ല, വിലമതിക്കാനാകാത്തതാണ്. അത് ദാനമായി കർത്താവ് നൽകിയിരിക്കുകയാണ്. അതോർത്ത് നന്ദിയുള്ളവരായി അവനെ സ്തുതിപ്പാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. അടുത്തത്, സകലദൂതന്മാരും സിംഹാസനത്തിൻ്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്നു. സിംഹാസനത്തിൻ്റെ മുന്നിൽ കവിണ് വീണു. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്ക് സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും
ബലവും ആമേൻ എന്ന് പറഞ്ഞു ദൈവത്തെ നമസ്കരിച്ചു. നാം ദിവസം വന്നിരിക്കുമ്പോൾ നമ്മുടെ അഹങ്കാരികത മാറണം, നമ്മുടെ ആത്മീയതകളവും മാറണം. നമ്മൾ മറ്റേ രണ്ടുപേർ പ്രാർത്ഥിക്കാൻ പോലെ അവനെ പോലെ അല്ല ഞാൻ, അങ്ങനെ നല്ല പരിപാടിയല്ല. ഞാനൊന്നുമല്ലായിരുന്നു, ദൈവങ്ങളുടെ കാരണം കാണിച്ചു, ക്രമം കാണിച്ചു എന്നുള്ളതായ ആ ഒരു സ്നേഹം. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു അന്യോഗ്യനല്ലെങ്കിലും കർത്താവിനോട് കൊണ്ടുവന്നു എന്നുള്ളതായ അഭിനയമനോഭാവത്തോടൊപ്പം തന്നെ ദൈവത്തിന് നന്ദി ഇട്ടിട്ടുണ്ടായി. നമ്മൾ പലപ്പോഴും നന്ദി പറയുന്നത് വളരെ പിശുക്കന്മാരായി തീരാറുണ്ട്, അല്ലേ? മനുഷ്യൻ നമുക്കൊരു ഉപകാരം ചെയ്താലും നമുക്ക് നന്ദി പറയാൻ ഭയങ്കര മടിയാ. ദൈവം ചെയ്താലും പറയാൻ മടിയാ. ഇതുകൊണ്ട് മലയാളികളെക്കാൾ കുറച്ചും കൂടെയൊക്കെ നന്ദി പറയാനൊക്കെ ഈ വിദേശീയരായ ആളുകളൊക്കെ കുറച്ചും കൂടെ എനിക്ക് തോന്നാറുണ്ട്. ചിലപ്പോഴൊക്കെ അവരുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ അവരുടെ നമ്മളവർ ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ നമ്മൾ താങ്ക്സ് പറയും. എൻ്റെ ഒരു അധ്യാപകൻ ഒരു വിദേശ മിഷണറി ആയിരുന്നു. ഞാൻ അദ്ദേഹത്തെ പഠിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ഒരു റൂമിലേക്ക്, ഒരു താമസിക്കുന്ന റൂമിലേക്ക് എന്തെങ്കിലും അവർക്ക് ആവശ്യത്തിന് കൊണ്ടു കൊടുക്കാനായിട്ട് ചിലപ്പോൾ പോകാറുണ്ട്. എൻ്റെ അധ്യാപകർ എന്നെയാണ് പലപ്പോഴും അവരുടെ അടുക്കലേക്ക് അയച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കും, ചിലപ്പോൾ ഒരു ഷീറ്റ് പേപ്പർ കൊണ്ട് കൊടുത്തതായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ബുക്ക് കൊണ്ട് കൊടുത്തതായിരിക്കും, ഇങ്ങനെ ചിലപ്പോൾ ഒരു അല്പം ചൂടുവെള്ളം കൊണ്ട് കൊടുത്തതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ട് പോയിട്ട് വല്ല ഫ്രൂട്ട്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചില സാധനം മേടിച്ചു കൊണ്ട് കൊടുത്തായിരിക്കും, ചിലപ്പോൾ ഒരു ഉപ്പി വെള്ളം കൊണ്ട് കൊടുത്തായിരിക്കും. എന്തുവാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവിടെ നമ്മളത് കൈപ്പറ്റുമ്പോൾ നമുക്ക് താങ്ക്സ് പറയും. ഞാനല്ല വില കൊടുത്ത് വാങ്ങിയത്, വില കൊടുത്ത് വാങ്ങിയ വേറെ ആളുകളായിരിക്കും, പക്ഷെ ഞാൻ ജസ്റ്റ് അതൊന്നും കൊണ്ട് കൊടുത്തു മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്ക് പലപ്പോഴും താങ്ക്സ് പറയാൻ ഭയങ്കര മടിയുള്ള ആളുകളാണ്. ഇതാ ഇവരെ എല്ലാവരും ഒരുമിച്ച് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര വലിയ രക്ഷയെ ദാനമായി തന്നതിനാൽ നന്ദിയുടെ സ്തുതിക്കുന്നു. നമുക്കും ഇനി നാം ആരാധിക്കാനായിട്ട് പോകുമ്പോൾ അന്ത്യദിവസം മുഴങ്ങൽ മുടക്കുമ്പോൾ കർത്താവേ നീ എന്നെ ഈ സ്ഥാനത്ത് കൊണ്ടുപോകുന്നതിനായി സ്തോത്രം എന്ന് പറയുവാൻ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അത് വരണം, അല്ലേ? പുറംപൂച്ചിൽ മറ്റുള്ളവർ കാണിക്കുന്നതായി പറയുന്നതായ താങ്ക്സ് അല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് താങ്ക്സ് വരണം. അത് വലിയ ഒരു ഭാഗ്യം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു രോഗിയെ കാണുവാനായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അദ്ദേഹത്തിന് സ്കാൻ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടായി. MRI സ്കാൻ. അങ്ങനെ ആ വ്യക്തി സ്കാൻ ചെയ്യുന്ന റൂമിലേക്ക് കയറിപ്പോയി. ബൈസ്റ്റാൻഡേഴ്സ് എല്ലാം വെളിയിൽ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വ്യക്തി അങ്ങോട്ട് പോയതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഈ സ്കാനിങ് പെട്ടെന്ന് കഴിഞ്ഞ് ആൾ പുറത്തു പോയി ഞങ്ങൾ ചിന്തിച്ചത്. ഈ വ്യക്തി പുറത്തേക്ക് വന്നിട്ട് പറയുക സ്കാൻ ചെയ്തില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താ സംഭവിച്ചെന്തോ. അപ്പോൾ അവിടുത്തെ ഈ യന്ത്രവും ആ സൗണ്ടെല്ലാം കേട്ടപ്പോൾ ഈ വ്യക്തി ഭയങ്കര പേടിയായി. അദ്ദേഹം പറഞ്ഞു എനിക്ക് സ്കാൻ ചെയ്യേണ്ട എന്ന് പറഞ്ഞ്. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ രോഗം എന്താണെന്ന് അറിയണമെങ്കിൽ ആ സ്കാനിങ് നടത്തിയെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. ഞാൻ പറഞ്ഞു ഒരു സ്കാൻ ചെയ്യേ, എന്തായാലും നമുക്ക് സ്കാൻ ചെയ്യാതെ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞ് ആ സ്കാൻ ചെയ്യുന്ന റൂമിൽ ചെന്നു. അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞു ഇദ്ദേഹത്തിന് പേടിയാണ്, അതുകൊണ്ട് ഞങ്ങൾ ആരെങ്കിലും ഇവിടെ നിന്നാൽ
അതിനൊരു പക്ഷേ ധൈര്യം കിട്ടിയേക്കായിരിക്കും. ഞങ്ങൾ അനുവദിക്കാമെന്ന് ചോദിച്ചു. ആ സ്റ്റാഫ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുവാദം തന്നു. അനുവാദം തന്ന് ഈ വ്യക്തി മനസ്സോടുകൂടി ആ സ്കാനിങ് മെഷീനിലെ അവർ സ്റ്റാഫ് പറഞ്ഞ പോലെയൊക്കെ കയറി കിടന്ന് ഏകദേശം 3/4 മണിക്കൂറോളം ആ സ്കാനിങ് മെഷീൻ അവിടെ പ്രവർത്തി. ധൈര്യം കൊടുക്കാനായിട്ട് ഞാൻ ഇപ്പോൾ നിൽക്കുക. സ്കാനിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയെ പുറത്തേക്ക് സ്കാനിങ് മെഷീനുള്ളത് പുറത്തേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു താങ്ക് യു എന്ന് പറഞ്ഞു. ആ താങ്ക് യു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. കാരണം അവർ വളരെ BP കൂടി പേടിച്ചിരുന്ന സമയമായിരുന്നു. നമ്മൾ ഒരുപാട് ധൈര്യം കൊടുത്ത് അങ്ങനെ ആ പരിപാടി കഴിയാനായിട്ട് തീർന്നു. ആ താങ്ക്സിനൊരു ആത്മാർത്ഥത ഉണ്ടായിരുന്നു. അതുപോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം പറയാം. ഞാൻ ടൗണിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് നെഞ്ചുവേദന ഉണ്ടായി. അവിടുന്ന് നെഞ്ചുവേദന കലശലായ സമയത്ത് അടുത്ത് കണ്ട ഒരു ഹോസ്പിറ്റലിൽ കൂടി കയറി. അവിടെ ചെന്ന് വിവരങ്ങളെല്ലാം പറഞ്ഞ് ഉടനെ തന്നെ ECG എടുക്കാനൊക്കെ കൊണ്ടുവന്ന് ECG ഒക്കെ എടുത്തു. അങ്ങനെ ഇഞ്ചക്ഷൻ ഡോക്ടർ എഴുതി തന്നു. നെഞ്ചുവേദനയ്ക്ക് പെട്ടെന്ന് ഉള്ള ഇഞ്ചക്ഷൻ എടുത്തു. അപ്പോൾ എന്നോട് നേഴ്സ് പറഞ്ഞു, ഈ ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ കൂടെ ആൾ വേണം. എനിക്ക് പോണ വഴിക്ക് നെഞ്ചുവേദന ഉണ്ടാവുമെന്ന് വിചാരിച്ച് വീട്ടിൽ നിന്നാലും കൊണ്ടുപോകാൻ പറ്റും എനിക്ക്. ഞാൻ എന്തോ ഒരു ആവശ്യം ടൗണിൽ പോയതാണ്. അവിടെ ചെന്ന് നെഞ്ചുവേദന ഉണ്ടായത്. നെഞ്ചുവേദന ഉണ്ടായപ്പോൾ അത് പന്തിയിലെന്ന് തോന്നി. അടുത്ത് കണ്ടത് ഹോസ്പിറ്റലിൽ ഓടിച്ചെല്ലുന്നു. ഒരാളെ വീട്ടിൽ നിന്ന് വിളിച്ച് വരുത്തി വന്നിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ നേരമില്ല. കാരണം നെഞ്ചുവേദന പ്രശ്നം അല്പം കോംപ്ലിക്കേറ്റഡ് ആയതിൻ്റെ പേരിൽ ഞാനിത് ഇങ്ങനെ പകച്ച് നിൽക്കുക. ഈ സിസ്റ്റമാണെങ്കിൽ ഒട്ടും സമ്മതിക്കുന്നില്ല. ആളെ കൊണ്ടുവരാതെ കൂടെ നടത്താതെ ഇഞ്ചക്ഷൻ ചെയ്യാൻ തീരുമാനിക്കും. ഉടനെ ഞാൻ നെഞ്ചുവേദനയെ വെച്ചുകൊണ്ട് പതുക്കെ ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു മനുഷ്യനവിടെ നിൽക്കണ്ടായിരുന്നു. നേരെ വിളിച്ചേട്ടാ ഞങ്ങൾ നെഞ്ചുവേദനയായിട്ട് വന്നതാണ്, എൻ്റെ കൂടെ ആരുമില്ല, വീട്ടിൽ നിന്ന് ആളുകൾ നേരം വയ്ക്കും, എനിക്കൊരു ഇഞ്ചക്ഷൻ എടുക്കാൻ ഡോക്ടർ എഴുതി തന്നിട്ടുണ്ട്. ആ ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിൽ വേന മാറുള്ളതുകൊണ്ട് ചേട്ടനൊന്ന് വന്ന് എൻ്റെ കൂടെ നിൽക്കണം, ഇഞ്ചക്ഷൻ എടുക്കണം വരെ നിന്നാൽ മതിയെന്നു. അയാൾ ഓക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വന്നു. ഞങ്ങളത് ആളെൻ്റെ കൂടെ ഉണ്ട് ഇഞ്ചക്ഷൻ നടന്നുകൊണ്ട് അങ്ങനെ അവരെന്നെ ബെഡൊക്കെ എടുത്ത് ഇഞ്ചക്ഷൻ ചെയ്തു. കുറച്ച് എൻ്റെ വേന മാറി. ആ മനുഷ്യന് ഞാനൊരു താങ്ക്സ് പറഞ്ഞു. താങ്ക്സ് പറയുമ്പോൾ ആരെങ്കിലും ഒരു പേന എഴുതാതെ വരുമ്പോൾ പറഞ്ഞ താങ്ക്സ് പോലെയല്ല. കാരണം മരണത്തെ മുഖാമുഖം കാണുന്ന സന്ദർഭത്തിൽ സഹായമായിട്ട് എത്തിയൊരു മനുഷ്യനെ കാണുമ്പോൾ ആ താങ്ക്സിന് ഉള്ളിനുള്ളിൽ നിന്ന് താങ്ക്സ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് കർത്താവ് ചെയ്തു ഇത്ര വലിയ രക്ഷയെ ഓർത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നന്ദി പറയാൻ കർത്താവിനെ സഹായിക്കട്ടെ. എന്തെങ്കിലും വെറുതെ പുറംപൂച്ചിന് പറഞ്ഞ നന്ദിയായിട്ടല്ല, താങ്ക്സ് അല്ല, അത് താങ്ക്സ് അല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ടൊരു താങ്ക് യു പറയാൻ. ഒരു ദിവസം ദൈവത്തെ സ്തുതിക്കാൻ പോകുമ്പോൾ, ആരാധിക്കാൻ പോകുമ്പോൾ അല്ല, നീ ഇനി ദൈവം ചെയ്ത നമ്മളെ ഓർത്ത് സ്തോത്രം ചെയ്യുമ്പോഴൊക്കെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായി സ്തോത്രം പുറത്തേക്ക് വരണം. ഇവിടെ എല്ലാവരും ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. കാരണം എന്താണ്? അവൻ്റെ പക്കൽ ലഭിച്ചതായ ഈ വലിയ രക്ഷ എന്ന ദാനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി അവർ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കതുപോലെ നമ്മുടെ ദൈവത്തെ സ്തുതിപ്പാനായി നമ്മളെ സമർപ്പിക്കാം. നാം നന്ദിയേട് കാണിക്കുന്നവരായിട്ടല്ല, നമ്മളൊരാഴ്ച വന്ന് ദൈവം സഹായിക്കട്ടെ. നമ്മൾ വന്നിങ്ങനെ വായിക്കുന്നുണ്ട് റോമാലേഖനം 2-ാം അധ്യായത്തിൽ 1-ാം അധ്യായത്തിൽ, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമൊന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ദൈവകോപത്തിന് പാത്രങ്ങളായി തീർന്നു. അപ്പോൾ ദൈവത്തെ അറിഞ്ഞു, ദൈവം ഒന്ന് ഓർത്ത് നന്ദി കാണിക്കാതെയും ദൈവത്തെ മഹത്വപ്പെടുത്താതെയും പോകുന്നവർക്ക് ശിക്ഷ കിട്ടും. എന്നാലേ നമ്മൾ അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി ദൈവം ചെയ്തതായ ആ വലിയ രക്ഷയെക്കുറിച്ച് ഓർത്തുകൊണ്ട്, അത് ദാനമായി നൽകിയത് ഓർത്തുകൊണ്ട് നന്ദിയുടെ ദൈവത്തെ സ്തുതിപ്പാനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ഉത്സാഹിക്കാം. ശിഷ്ടകാലം മുഴുവനും
നന്ദിയുള്ളവരായ ജീവിപ്പാൻ എന്നോടത്തിന് സഹായിക്കുമാറാകട്ടെ. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ളനിലങ്കി ധരിച്ചിരിക്കുന്ന ഇവൻ ആർ, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട്, ഇവർ മഹാരാഷ്ട്രത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാണ്ട് രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ മുമ്പിൽ ഇരുന്ന് അവൻ്റെ ആലയത്തിൽ രാപകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല. വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. സിംഹാസനത്തിൻ്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. 13-ാമത്തെ വാക്യം മുതൽ 17-ാമത്തെ വാക്യം വരെ നമ്മൾ വായിച്ചത് വളരെ പ്രതീക്ഷ നൽകുന്നതായ, പ്രത്യാശ നൽകുന്നതായ, സന്തോഷവും ധൈര്യവും പ്രദാനം ചെയ്യുന്നതായ ഒരു വേദഭാഗമാണത്, അല്ലേ? അവിടെ കണ്ടതായ ഒരു കൂട്ടം ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യോനാനോട് ചോദിക്കുന്ന ദൂതൻ അവരാരാന്നറിയാമോ? യോനാൻ പറയുന്നത്, എനിക്കറിയില്ല, യജമാനനെ അറിയാമല്ലോ. അവർ വിശദീകരണം കൊടുക്കുകയാണ്. അവരെല്ലാം കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് ദൈവ ജനമായി മാറിയിരിക്കുന്നവരാണ്. അവർ ഇപ്പോൾ ചെയ്യുന്നതാണ്, ദൈവത്തിൻ്റെ സിംഹാസനം മുന്നിലിരുന്നു കൊണ്ട് രാപകൽ ദൈവത്തെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴിവ് പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവമക്കളായി തീർന്ന ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കും പ്രത്യാശിക്കുമായുള്ളൊരു കാര്യമാണ്. എന്താണ്? നാം ദൈവത്തെ വഞ്ചിത ഉപകാരങ്ങളോട് നന്ദിയോടെ ഇപ്പോൾ വിശ്വാസാൽ സ്തുതിക്കുമ്പോൾ തന്നെ നാം അവനെ നേരിട്ട് കണ്ട് മുഖാമുഖം കണ്ട് ആരാധിക്കുന്നതായ ഒരു അനുഭവം ഉണ്ടാകാൻ പോവുകയാണ്. അത് മാത്രമല്ല, ദൈവം അവർക്ക് ഒരു കൂടാരമായി മാറുകയാണ്. എന്താണ് ഒരു കൂടാരമായി മാറിയ ഗുണം? എന്താണ്? കാറ്റ്, മഴ, വെയില്, പൊടി എന്ന് വേണ്ട എല്ലാറ്റിൽ നിന്നുള്ള സംരക്ഷണമായിട്ടാണ് ദൈവത്തിൻ്റെ ജനത്തിന് മാറുന്നത്. ഞങ്ങളെ ബാധിക്കാവുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ വിഷയങ്ങളിൽ നിന്നും അവർക്ക് ഒരു പരിഹാരം നൽകുന്ന ഒരു അഭയസ്ഥാനമായി ദൈവം മാറുകയാണ്. ഈ കാലങ്ങളിൽ ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിൻ്റെ പതിലെ തന്നെ സംരക്ഷിപ്പാൻ സൂക്ഷിപ്പാനും നിനക്ക് വേണ്ടി കരുതുവാൻ ആരുമില്ല ചിന്തിക്കുമ്പോൾ തന്നെ മറുവശത്ത് നിനക്കൊരു ദൈവമുള്ള കാര്യം മറന്നു പോകരുത്. എന്നെ സംരക്ഷിക്കുവാൻ കഴിയുന്ന, എന്നെ സൂക്ഷിക്കുവാനും കഴിയുന്ന, എന്നെ പരിപാലിക്കുവാനും കഴിയുന്ന, എന്നെ വിടുവിക്കുവാൻ കഴിയുന്ന ദൈവമുണ്ടെന്ന കാര്യം ഒരിക്കലും മറന്ന് നിരാശയുടെ വാക്കുകൾ പറയുവാൻ ഇടവരരുത്. അങ്ങനെ അവർ നമുക്ക് കൂടാരമായിരിക്കുമ്പോൾ അടുത്ത വാക്ക്, ഇനി അവർക്ക് വിശക്കയില്ല, ദാഹിക്കുകയുമില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. ദൈവം നമുക്ക് കൂടാരമായിരിക്കുമ്പോൾ യാതൊരു ചൂടും തട്ടുകയില്ല. പ്രശ്നങ്ങൾ നമ്മെ നശിപ്പിക്കാതെ വണ്ണം, പ്രശ്നങ്ങൾ നമ്മെ കേടുവരുത്താതെ വണ്ണം, ദോഷം വരുത്താതെ വണ്ണം അത് കൂടാരമായി മറയ്ക്കുന്നത് ഓർത്ത് ഞാൻ ഇത് ശ്രദ്ധിക്കുകയാണ്. യശയ്യാപ്രവചനം ഇങ്ങനെ പറയുന്നുണ്ട്, ഭയങ്കരന്മാരെ ചീറ്റൽ മതിൽ നേരെ ആഞ്ഞടിക്കുമ്പോൾ നീ അവർക്ക് ഒരു തണലാണ്, ഒരു മറുവിടമാണ് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മേൽ ആഞ്ഞടിക്കുന്നതായ ഓരോ പ്രതിസന്ധികളും ഒരു പ്രതികൂലങ്ങളും നമുക്ക് ദോഷം വരുത്താതെ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരുതലിൻ്റെ കരങ്ങളിലാണ് നമ്മളെന്നുള്ള കാര്യം എപ്പോഴും ഓർത്തു പോകും. ഭീതിപ്പെടുത്തുന്നതായ, നിരാശപ്പെടുത്തുന്നതായ ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. അപ്പോഴും ഓർക്കേണ്ട കാര്യം, ഞാൻ കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതനാണ് എന്നുള്ളതായ ഒരു വിശ്വാസം. സാഹചര്യ സമ്മർദ്ദങ്ങൾ ഒരുപക്ഷെ നമ്മെ ഇങ്ങനെ വിടലുണ്ടാകുമോ, ഈ അവസ്ഥയിൽ മാറ്റം വരുമോ ചിന്തിക്കുന്ന നിലകളിലൊക്കെ വിഷയങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ അപ്പോഴും വിശ്വസിക്കേണ്ട കാര്യം എന്നറിയാമോ, ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അവൻ നമുക്കൊരു മറുവിടമാണ്. നമ്മൾ 46 സംഗതി വായിക്കുന്നില്ലേ, യഹോവ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. 34 സംഗതി വായിക്കുന്നത്, ഹൃദയം തുടങ്ങിയ യഹോവ സമീപസ്ഥനാകുന്നു, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നിശ്ചയമായി നീ ഏതൊരു വിഷയത്തോടെ ഭാരപ്പെടുത്തിരിക്കുന്നുവോ, ഏതൊരു വേദന നടുവിലായിരിക്കുന്നുവോ, ഒരു നടുവിൽ നിന്നെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന ദൈവത്തിൽ നിന്ന് സേവിക്കുന്നത്. ആരെല്ലാം വിട്ടേച്ച് പോയാലും ആരെല്ലാം മാറിപ്പോയാലും ദൈവം ഒരിക്കലും മാറിപ്പോകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും ധൈര്യവും. അതുകൊണ്ടാണ് അതിൻ്റെ സംസ്കാരം പറഞ്ഞല്ലേ, ഞാൻ
ജീവനുള്ള ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നിശ്ചയമായും നമുക്ക് ദൈവത്തിൻ്റെ നന്മകൾ അനുഭവിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ, ധൈര്യം. ആ ധൈര്യത്തെ മുറുകെ പിടിക്കുക. സഹായിക്കട്ടെ. ഹൃദയം ഉറച്ചിരിക്കട്ടെ. യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക. എൻ്റെ അടുത്ത വാക്യമാണ്, സിംഹാസനത്തിൻ്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. ഒരു അതിശ്രേഷ്ഠകരമായ ഒരു പരിപാലനത്തിൻ്റെ വിവരണം അവിടെ നൽകുകയാണ്. കുഞ്ഞാട്, സിംഹാസനത്തിൻ്റെ മധ്യയിലുള്ള കുഞ്ഞാട് അവരെ മേയ്ക്കുന്നു. യഹോവ എന്നെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാക്കിയില്ല എന്ന് ദാവീദ് പറഞ്ഞതുപോലെ ആ സിംഹാസനത്തിൻ്റെ മധ്യയുള്ള കുഞ്ഞാട് അത് ജനത്തെ മേയ്ക്കുകയാണ്. അത് മാത്രമല്ല, ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് അവർ നടത്തുന്നു. നമ്മൾ അന്വേഷിച്ച് പോവുകയല്ല. ദാഹം കൊണ്ട് ചുട്ടുകൊള്ളുന്ന സന്ദർഭങ്ങളൊക്കെ നമ്മളത് തേടി പോകുകയല്ല. പിന്നെന്താണ്, നമുക്ക് ആവശ്യമുള്ളതിലേക്ക് കർത്താവ് നമ്മെ കരം പിടിച്ച് നടത്തുകയാണ്. നമുക്ക് ആവശ്യമായ നന്മകളേതോ, വിടുതലുകളേതോ, ആവശ്യങ്ങളേതോ ആ സാഹചര്യങ്ങളിലേക്ക് കർത്താവ് നമ്മെ കരം പിടിച്ചു കൊണ്ടുപോവുകയാണ്. സിംഹാസനത്തിൻ്റെ മധ്യയുള്ള കുഞ്ഞാട് അവർ ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നടത്തുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ നിന്റെ ജീവിതത്തിലെ വിവിധങ്ങളായ വിഷയങ്ങളുണ്ടാവാം, ആവശ്യങ്ങളുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം. നടുവിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഭാരപ്പെട്ടിരിക്കുമ്പോൾ അവങ്ങളിലേക്ക് നോക്കിയാൽ പ്രകാശരാവാൻ കഴിയും. ലജ്ജ പോകേണ്ടി വരികയില്ല. അവൻ തന്നെ നമുക്ക് വേണ്ടി കരം പിടിച്ച് നമ്മുടെ വിടുതലുകളിലേക്ക്, അനുഗ്രഹങ്ങളിലേക്ക്, ഉയർച്ചകളിലേക്ക്, നന്മകളിലേക്ക് നമ്മെ കൊണ്ടുവരുവാനിടയായിത്തീരും. ആ കരങ്ങളിൽ പിടിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ കരം വിട്ടോടരുത്. പ്രതികൂലങ്ങളുണ്ടാകാം, പ്രയാസമുണ്ടാകാം, പക്ഷേ ആ കരം വിട്ടോടാതിരിക്കാനായി നമ്മെ സമർപ്പിക്കാം. അതിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങളാണ്, ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. പലപ്പോഴും നമ്മൾ കണ്ണീരൊഴുക്കുന്നത് ആരും അറിയാറില്ല. ആരും അറിയാതെയാണ് നമ്മൾ പലപ്പോഴും കണ്ണീരൊഴുക്കിയിട്ടുള്ളത്. എന്നാൽ നമ്മുടെ കണ്ണുനീര് കാണുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. മാത്രമല്ല, ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇതുപോലെ ഭാഗ്യമുള്ള ഒരു ജനതയാണ് ഉള്ളത്. കണ്ണുനീര് ദൈവം തന്നെ തുടച്ചു കളയുകയാണ്. ജീവിതത്തിലെ അഭിനയിക്കുന്ന വിഷയങ്ങൾ ഇതുമാകട്ടെ, നിലവിളിക്കുന്ന വിഷയം ഇതുമാകട്ടെ, ആ നിലവിളിയും ആ കണ്ണുനീരും എന്നും കൂടെ ഉണ്ടായിരിക്കുകയില്ല. ആ വിഷയത്തിന് മേൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ആ കണ്ണുനീരെല്ലാം തുടച്ചുള്ളതിനിടയായിത്തീരും. നിശ്ചയമായി നീ അനുഗ്രഹം പ്രാപിക്കും, ഉയർച്ച പ്രാപിക്കും. വിശ്വാസം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രതിസന്ധികൾ എന്നും അവിടെ ഉണ്ടായിരിക്കുകയില്ല. ഈ പ്രതികൂലം എന്നും അവിടെ ഉണ്ടായിരിക്കുകയില്ല. ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. എൻ്റെ ദൈവത്തെ ഞാൻ നന്മ കാണും, വിടുതൽ കാണുന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ എന്ന സെക്ഷനായ സ്തോത്രം ചെയ്യുന്നു. ദൈവം സംസാരിച്ചല്ലോ. അനുഭവിക്കുന്ന കെടുതികളുടെ മേൽ വിടുതലായിരിക്കുന്ന കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. ജനത്തിന് കണ്ണുനീര് തുടയ്ക്കുന്ന കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പിന്നെ അനുഗ്രഹിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനവും സന്തോഷവും ഐശ്വര്യവും അഭിവൃദ്ധിയും പ്രായപ്പാൻ അധികമായി സഹായിച്ചാട്ടെ. തിരുനാമത്തെ പിന്നെയും മാത്രപ്പെടുത്തിയാട്ടെ. പ്രാർത്ഥന സ്തോത്രം ഈശ്വരനാം തന്നെ. ആമേൻ. ക്ഷമയോടെ ഈ സന്ദേശത്തിൽ വെച്ച് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കും. പ്രാർത്ഥന കർത്താവിൻ്റെ പോലെ താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ വിസ്താരം ചെറിയ നമ്മൾ സൂക്ഷിക്കാനായിട്ട് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും പ്രോത്സാഹനം നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.